കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലെ പുറത്താക്കുന്ന വാർത്ത പറഞ്ഞതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ദുരവസ്ഥയെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് മുൻ ഇന്ത്യൻ ഇതിഹാസ താരം വിജയണ്ണൻ രംഗത്ത് വന്നിട്ടുണ്ട്. വിജയണ്ണൻ എന്ന് പറയുമ്പോൾ പഴയൊരു വിജയണ്ണ ഓടിയാണ് ഓർമ്മ വരുന്നത്. അതൊക്കെ പോട്ടെ. എടേ, വിജയൻ വിമർശിക്കുന്നതിന് കാരണം കേവലം 13 മത്സരങ്ങൾ മാത്രമുള്ള ഒരു ലീഗിൽ 6 മത്സരങ്ങൾ കഴിയുമ്പോഴും 5 മത്സരങ്ങളിലും പരാജയപ്പെട്ട് കേവലം ഒരു പോയിന്റുമായിട്ട് ഒരു ടീം ഇരിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു മോശം സാഹചര്യം തന്നെയാണ്. അതിനാർക്കും ഒരിക്കലും ന്യായീകരണങ്ങളൊന്നും നിരത്താൻ പറ്റത്തില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും മോശം പരിശീലകന്റെ നിയമനമാണ് ഡേവിഡ് കാറ്റേലയുടെ കാര്യത്തിൽ നടന്നതെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പരിശീലകനെയാണ് പുള്ളി കൂടുതൽ കുറ്റം പറയുന്നത്. അതുകൂടാതെ മാനേജ്മെന്റിനെയും വിജയൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഡേവിഡ് കാറ്റാലയെ കുറ്റപ്പെടുത്തുന്നതിന് കാരണം പരാജയത്തിനെക്കാട്ടിൽ ഉപരിയായിട്ട് അദ്ദേഹത്തിന് ഒരു വിന്നിംഗ് കോമ്പിനേഷൻ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ടീമിനെ കളിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പുള്ളിക്ക് പോലും ഒരു ഐഡിയ ഇല്ലെന്നാണ് വിജയൻ ആരോപിക്കുന്നത്. കാര്യങ്ങളൊക്കെ ഏകദേശം ശരി തന്നെയാണ്. പക്ഷേ ഇതേ വിജയണ്ണൻ തന്നെ ഇവാൻ ബുക്കാമനെ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തന്റെ അരങ്ങേറ്റ സീസണിൽ ആദ്യത്തെ 3 മത്സരങ്ങളിൽ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ കഴിയാതെ താരങ്ങളെ ഷഫിൾ ചെയ്തിറക്കിയപ്പം 3 മത്സരമായിട്ടും ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇവാൻ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ കൊണ്ടുവന്നു. അതിനുശേഷം കാര്യങ്ങളൊക്കെ മാറ്റി പറയേണ്ട അവസ്ഥ വിജയൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് ഓർത്തപ്പങ്ങ് പറയുന്നേ ഉള്ളൂ. ഏതായാലും ഡേവിഡ് കാറ്റാല എന്ന പരിശീലകനെ വിമർശിക്കാൻ വിജയൻ മറന്നിട്ടില്ല. അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെ അദ്ദേഹം വിമർശിച്ചു. മാനേജ്മെന്റ് തന്നെയാണ് ഈ പതനത്തിന് കാരണമെന്ന് പുള്ളി പറയുന്നുണ്ട്. പിന്നെ ലാഭനഷ്ട കണക്കുകളുടെ സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകൾ എത്ര നിരത്തി ന്യായീകരിക്കാൻ ശ്രമിച്ചാലും കളിക്കളത്തിൽ ഒരു ടീം ഇറങ്ങുമ്പോൾ ആരാധകർ അവിടെ നിന്നും പ്രതീക്ഷയും ആ പ്രതീക്ഷയെ സാറ്റിസ്ഫൈ ചെയ്യാൻ ക്ലബ്ബ് ബാധ്യസ്ഥരാണ് എന്നുകൂടി വിജയൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ സന്തോഷം.